ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ രക്ഷിതാക്കളെ, അറിവ് പകർന്നു തരുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സദസ്യരെ, അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിവ് ഇസ്ലാമിന്റെ ജീവനാഡിയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അറിവ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ്. ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയാണ് അറിവ്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാകില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അന്ധകാരനിബിഡമായ 6-ാം നൂറ്റാണ്ടിലെ അധമജനതയെ കരകടത്തിയത് അല്ലാഹുവിന്റെ പ്രവാചകൻ പകർന്നു കൊടുത്ത അറിവിന്റെ വെളിച്ചമായിരുന്നു. കള്ളും പെണ്ണും പ്രതാപവും അഭിമാനമായി കൊണ്ടു നടന്നിരിക്കുന്ന ജാതിയും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ദിശയറിയാതെ ഒഴുകിയിടുന്നവർ പ്രവാചകനും വിശുദ്ധ ഖുർആനും അവർക്ക് വഴികാട്ടികളായി. അവരെ ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക തന്മയുടെ ഒത്തുന്നതിയിലേക്ക് ഉയർത്തി. ആ കഥകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. ഇന്ന് നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസത്തെ കുറിച്ച് അല്പം പറയണമെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം നേടാനുള്ള ധാരാളം വഴികളും മേഖലകളും ഇന്നുണ്ട്. എന്നാൽ ഭൗതിക ലോകത്തെ ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അവയിൽ പലരും. എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തെ കുറിച്ചും ആഗ്രഹമാകുന്ന ലോകത്ത് ലക്ഷ്യം നേടാനുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചും നമ്മൾ മറന്നു പോകുന്നു. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതുപോലെ. ആരെങ്കിലും ഇസ്ലാമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഒരാൾ മരിച്ചാലും ബാക്കിയാവുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഉപകാരപ്രദമായ അറിവാണ്. മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് 2 അപകടങ്ങളാണ്. ഒന്ന്, പരലോകത്ത് വെച്ചവർ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും. മറ്റൊന്ന്, ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന തിരിച്ചടിയാണ്. നമ്മൾ ഇന്നും ഇതിനെല്ലാം സാക്ഷികളെ പ്രിയപ്പെട്ടവരെ. കഞ്ചാവിനും മയക്കുമരുന്നിനും നശിക്കപ്പെടുന്ന യുവത്വം, ലിമിറ്റ് കലറി എന്ന പേരിൽ നശിക്കപ്പെടുന്ന ലിമിറ്റ് കലറി എന്ന പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ കൂടുന്ന മൂലം ഡിവോഴ്സുകൾ തന്നെ അധികരിച്ചു എന്ന് കോടതി പോലും ഈ അടുത്ത കാലത്ത് പറയും. കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതെ ഇതുപോലെയുള്ളൊരു കാലം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഭർത്തി പീപ്പിൾ എന്ന് പറഞ്ഞ പാശ്ചാത്യ ചിന്ത വളരാൻ അതിലേറെ അപകടകരമാണ്. ഉമ്മ എന്തെന്നും ഉപ്പ എന്തെന്നും തിരിച്ചറിയാതെ മക്കൾ വളരുന്നത് അതിലേറെ അപകടകരമാണ്. മതവിദ്യ ഉയർത്തപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പ്രവാചകൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒന്നെങ്കിൽ ഒരു പണ്ഡിതനാവുക, അതുമല്ലെങ്കിൽ ഒരു പഠിതാവുക. അതിന് നിന്നുകൊണ്ട് കഴിയില്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളാവുക. അതിന് കഴിയില്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ആളാവുക. 5-ാമതൊരാൾ മുത്തുമുഹമ്മദ് പ്രവാചകൻ നമ്മോട് ഉണർത്തുകയുണ്ടായി. എല്ലാ വിജ്ഞാന ശാഖകളിലും മുസ്ലിങ്ങൾ ഉണ്ടാവുകയെന്ന് ഫർദ് കിഫായിയായ കാര്യങ്ങളാണ്. എല്ലാ വിജ്ഞാന ശാഖകളിലേക്കും എത്തിനോട്ടം നടത്താൻ നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം. പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശീലിക്കണം. എല്ലാ വക്തും നിസ്കരിക്കുന്ന ഒരാളായി അല്ലാഹു നമ്മെ ആക്കി മാറ്റട്ടെ. അത് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.